ഉദ്ഘാടകൻ KC പറഞ്ഞു, ശ്രീ സതീശൻ്റെ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്ക് കേരളത്തിലൊരു പുതുയുഗം പിറക്കും എന്ന്. അത് പിറക്കും, അതിനുള്ള എല്ലാ പിന്തുണയുമായി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയലാണ് എൻ്റെ ഡ്യൂട്ടി. ഈ യോഗത്തിൽ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടതായിരുന്നു, കണ്ണൂരിൽ പ്രസംഗിക്കും, ഇന്ന് പറ്റിയില്ല. ഉറച്ച കാൽവെപ്പുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളൊക്കെ, ഈ ഘടകകക്ഷികൾ, ഞങ്ങളുടെ നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. ഈ ജാഥ KC ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്നു കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ അത്. കാണികളോട്, ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയവും വേണ്ട. ഇതിന് മുമ്പിലൊരു ജാഥ പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്, യാത്രയിലൊക്കെ കണ്ടവരെയാണ്. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം പൊറുക്കാമായിരുന്നു, പക്ഷെ അത് പൊറുക്കാൻ പറ്റൂല. ഏതാത് അയ്യപ്പൻ്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ മാപ്പ് വരും. ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പോൾ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിക്കുന്നത് കേട്ടു, പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം. പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യാവോ? ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ, 10-25 വർഷകാലം അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ